ഇന്നിതാ അടുപ്പ് കത്തിച്ചിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിനി. മസാല ദോശ ഒക്കെ ഉണ്ടാക്കിനി കേട്ടോ ഒന്ന്. പിന്നെ നമ്മൾ അടുത്ത വീട്ടിലത്തെ ബാബുവട്ടം പണിക്കുണ്ട്. അപ്പം ചോറും കൂട്ടാനൊക്കെ വേഗം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ ഈ താഴെ ഭാഗത്തുള്ള തോടുണ്ടല്ലോ, തോടൊക്കെ വൃത്തികേടായിട്ട് കിടക്കേന് കേട്ടോ. അപ്പോൾ തോടൊക്കെ ബാബുവട്ടം നന്നാക്കി തന്നിട്ടുണ്ട്. നമ്മൾ വീട് തോടിൻ്റെ വക്കായതുകൊണ്ട് പാമ്പ് ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പം കാടൊക്കെ വെട്ടി തെളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളൊക്കെ കളിച്ച് നടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ ബാബുവട്ടം തോട് വൃത്തിയാക്കിയപ്പോഴേ നല്ലൊരു മീനിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടോ, വലിയൊരു മീനിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ കണ്ടതൊന്നുമില്ല, അത് മടയിലൊക്കെ പോയി, മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോറിന് നമുക്ക് കൂട്ടാണ്ടാക്കാൻ അയില മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മീനൊക്കെ വേഗം നന്നാക്കി എടുത്തു. പിന്നെ ബാബുവട്ടന് ചായയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാല ദോശ രാവിലെ ഉണ്ടാക്കിനല്ലോ, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മസാല ദോശയും ചായയൊക്കെ ബാബുവട്ടന് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് വന്നപ്പം വേഗം ചോറൊക്കെ ഊറ്റിയെടുത്തു. പിന്നെ ഇന്ന് ചിഞ്ചുമോൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചിഞ്ചുമോളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആൾ അടിച്ചു വരുന്നുണ്ട്. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ. നമ്മളെ സ്റ്റോക്ക് റൂമൊക്കെ സാധനങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും വാങ്ങിയേക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ഒരു ഓട്ടം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും ഓരോ എമ്മിമാരാണ് കൊണ്ടുവരിക. അപ്പം 2-3 പ്രാവശ്യം സാധനമൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പോയി. അതൊക്കെ എടുത്തു വെച്ച് വന്നു. പിന്നെ ഇതാ ഞാൻ വന്നപ്പം ബാബുവട്ടം തെങ്ങ് എന്താണ് തുറന്നപ്പോഴേ ഒരു പാമ്പിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ചിരട്ടയൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാമ്പിനെയൊക്കെ കണ്ടുട്ടോ. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരുന്നതാണ് എത്തിങ്ങാനപ്പിരിവിന് വരുന്നൊരു ഒരു ഉപ്പപ്പയാണ് കേട്ടോ. നമ്മളെ ഐഫക്കുട്ടി ഇപ്പപ്പാന്നാണ് വിളിക്കല്. അപ്പോൾ അതിനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ വേഗം കിച്ചണിക്ക് ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്മീൻ ഉണ്ടായിന്, അത് ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അയിലമീൻ ഉണ്ടല്ലോ, അതുകൊണ്ട് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അയിലമീനോണ്ട് മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇടുന്നുണ്ട്. ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം ഇനി ഷോർട്ടായിട്ട് വേണമെങ്കിൽ ഇടുന്നുണ്ട്. അങ്ങനെ ദാ മീൻ കറിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്യാസ് വെച്ചിട്ടുണ്ടേനും അതും ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് പയർ ചിഞ്ചുമുളക് കൊണ്ട് കൊണ്ടുവച്ചു. അങ്ങനെ പയറൊക്കെ കട്ട് ചെയ്തു. പയറും വേഗം ഉപ്പേരി ഉണ്ടാക്കി. അങ്ങനെ നല്ല തിരക്കുള്ള ദിവസമാണെങ്കിലും നമ്മൾ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ഫുഡ് ഉണ്ടാക്കണ പോലെയല്ലല്ലോ. ഓൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് അധികം കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ ബാവുക്കാക്ക് ചീത്ത അറിയിട്ടോ. പിന്നെ ഞാനൊരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടേനും. തേങ്ങയും അതേപോലെ അതിലേക്ക് ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെന്താ പുതിനയിലുണ്ടല്ലോ അതും നാരങ്ങ നീരൊക്കെ ചേർത്തുണ്ടാക്കിയ ചമ്മന്തി നല്ല ടേസ്റ്റാട്ടോ അതും. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാരക്കച്ചാറും വെളുത്തുള്ളി അച്ചാറൊക്കെ എടുത്തിട്ടുണ്ടേനും ഒരു പ്ലേറ്റിക്ക്. അങ്ങനെ മീൻകറിയും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ വീണ്ടും നമ്മളെ സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങൾ വന്നെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടേനും. അങ്ങനെ അത് വാങ്ങി വെക്കാനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതാ നമ്മളെ തെങ്ങുംതാടൊക്കെ തുറന്ന് മുറ്റൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുറ്റൊക്കെ ഇങ്ങനെ വൃത്തിയായി കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.